കാൽവരി മലയിൽ യാഗമായി നാഥൻ ബലിയായി തൻ തിരുമൈ അർപ്പിച്ചു. കാൽവരി മലയിൽ യാഗമായി നാഥൻ ബലിയായി തൻ തിരുമൈ അർപ്പിച്ചു. ഇന്നീയൽ താരയിൽ സ്നേഹത്തിൻ വേദിയിൽ ഒരു മനമായി അണിചേരാൻ. ഇന്നീയൽ താരയിൽ സ്നേഹത്തിൻ വേദിയിൽ ഒരു മനമായി അണിചേരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 8-ാം തീയതി തടവറ പ്രേക്ഷിത ഞായറായിട്ട് ആചരിക്കുകയാണ്. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ തിരുനാളാണ് 14-ാം തീയതി, ഓഗസ്റ്റ് 14-ാം തീയതി. അതിനെ മുമ്പ് വരുന്ന ഞായറാഴ്ച പ്രിസൺ മിനിസ്ട്രി സൺഡേ തടവറ പ്രേക്ഷിത ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. തടവറയിൽ കിടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറഞ്ഞതുപോലെ, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. കാരാഗൃഹത്തിൽ ഓരോ വ്യക്തിയും ഈശോയുടെ സാന്നിധ്യമാണെന്നുള്ള ആ വലിയ തിരിച്ചറിവ്. അവിടെ ക്രൂരരായിട്ടുള്ള മനുഷ്യരുണ്ട്, സാധാരണ പാവപ്പെട്ട മനുഷ്യരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ജോലി ചെയ്യുന്നവരെ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജീസസ് ഫ്രറ്റേണിറ്റിയിലെയും പ്രസം മിനിസ്ട്രിയിലെയും എല്ലാ പ്രേക്ഷിതരെയും എല്ലാം സമർപ്പിച്ച് നമുക്ക് ബലിയിലെ പ്രാർത്ഥിക്കാം. നമുക്ക് ബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയൊടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി
അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്വസ്ഥനുമെന്നും അനവദ്യൻ മമനാദാരിൻ മഹിമയ്ക്കളവില്ലറിവോരാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമോന്നതമാം ഉത്ഥാനം
നീ അരുളുന്നു, അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നാ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പത്രോസിലേക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. നീതിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടുകൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചത് പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതാണ് ദേവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതി. വിണ്ണിൽ സൂര്യനുദിക്കുന്നു, മണ്ണിൽ കൂരിരുളകലുന്നു, വചനം ഹൃത്തിൽ നിറയുന്നു, മനസ്സിൻ തമസ്സുമകലുന്നു. വിണ്ണിൽ സൂര്യനുദിക്കുന്നു, മണ്ണിൽ കൂരിരുളകലുന്നു, വചനം ഹൃത്തിൽ നിറയുന്നു, മനസ്സിൻ തമസ്സുമകലുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് പരിശുദ്ധ വീക്ഷണം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച്
അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് സഭയിലെ തടവറ പ്രേക്ഷിത ഞായർ കൊണ്ടാടുകയാണ്. വിശുദ്ധ മാക്സിമില്യൻ കോൾബേയുടെ തിരുനാളിൻ്റെ തലേ ഞായറാഴ്ചയാണ് തടവറ പ്രേക്ഷിത ഞായറായിട്ട് ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് മാസം 14 ശനിയാഴ്ച ആയതുകൊണ്ട് തലേ ഞായറാഴ്ച 8 പ്രസൻറ്റ് മിനിസ്ട്രി സൺഡേ. ഈ തടവറ പ്രേക്ഷിത ഞായർ ആചരിക്കുമ്പോൾ അതിൽ വലിയൊരു ദൗത്യമുണ്ട്. തടവറയിൽ കിടക്കുന്നവരെല്ലാവരും നമ്മുടെ സ്വന്തമാണ്. അവർ ക്രൂരന്മാരായിക്കൊള്ളട്ടെ, അവർ പാവപ്പെട്ട മനുഷ്യരായിക്കൊള്ളട്ടെ, അവരൊക്കെ മനുഷ്യരാണ്, ദൈവമക്കളാണ്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അവർ നവീകരിക്കപ്പെടേണ്ടത് കൂടിയാണ്. അവരെ നവീകരിക്കാൻ സമൂഹത്തിന് വലിയ ദൗത്യമുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നോ വൺ ഈസ് ബോൺ ആസ് എ ക്രിമിനൽ. ഒരു വ്യക്തിയും ഒരു ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല. സാഹചര്യങ്ങൾ അവരെ ക്രിമിനലുകളാക്കുകയാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന കുഞ്ഞ് ഒരിക്കലും കത്തിയും തോക്കുമായിട്ടല്ല വരുന്നത്. ആ കുഞ്ഞിൻ്റെ കരച്ചിലും പുഞ്ചിരിയുമെല്ലാം മാലാഖമാർക്ക്, ദൈവദൂതന്മാർക്ക് സമമാണ്. സ്വർഗമാണ് അവിടെ പറന്നു വീഴുന്നത്. അതെങ്ങനെ നരകമായി? സമൂഹത്തിന് അതിലൊരു വലിയ പങ്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുക. ഓരോ കുഞ്ഞിനെയും വളർത്തി പരിപാലിയും കുറേ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാപിതാക്കന്മാരും സ്നേഹം കിട്ടി വളരുമ്പോൾ പൈശാചികമായ രീതിയിൽ കുഞ്ഞുങ്ങളോട് പെരുമാറുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അപ്പച്ചന്മാരുടെ ക്രൂരമർദ്ദനങ്ങളൊക്കെ ഏറ്റവും വളരുന്നവരെ ചിലപ്പോഴെങ്കിലും ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവരാണ്. അതവർക്ക് വേദനയിലൂടെ ലഭിച്ചതാണ്. അവരെയൊക്കെ സ്നേഹസാന്ത്വനം കൊണ്ട് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഈ തടവറ പ്രേക്ഷിത ഞായർ ആഘോഷിക്കുമ്പോൾ വലിയൊരു വിശുദ്ധനാണ്, തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ മാക്സിമില്യൻ കോൾബേ. ഈ ലോകത്ത് 47 വർഷമാണ് ജീവിച്ചത്. 1894 പോളണ്ടിൽ ജനിച്ച് 1941 ഓഗസ്റ്റ് മാസം 14 ഹിറ്റ്ലറിൻ്റെ പട്ടാളക്കാരെ കാർബോളിക് ആസിഡ് കുത്തിവെച്ച് ആ പാവപ്പെട്ട മനുഷ്യനെ കൊന്നു. വിശുദ്ധ മാക്സിമില്യൻ കോൾബേ നന്മയല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് ചെയ്തിട്ടില്ല. 24-ാമത്തെ വയസ്സിൽ
ഫ്രാൻസിസ്കൻ കൺവെൻച്വൽസിലെ ആ കോൺഗ്രിഗേഷനിൽ അംഗമായി വൈദികനായി ജപ്പാനിലുമൊക്കെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി ഈ നമ്മുടെ കേരളക്കരയിലും എറണാകുളത്തും ആലുവയിലും ഈ വിശുദ്ധൻ വന്നിട്ടുണ്ട്. 1932 ജപ്പാനിലേക്ക് പോകും വഴി. ആ വൈദികൻ പരിശുദ്ധമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്ന വിശുദ്ധ മാക്സിമില്യൻ കോൾബെ മരിയൻ സേന എന്നൊരു പ്രസ്ഥാനത്തിന് തന്നെ, മരിയൻ സഖ്യം, പ്രാർത്ഥനയിലൂടെ ലോകത്തിന് ഒത്തിരി നന്മ ചെയ്യാൻ, പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടതായിട്ടുള്ളൊരു സഖ്യം രൂപീകരിച്ചു. അങ്ങനെ അതിൻ്റെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് ലോകമെമ്പാടും മരിയ ഭക്തരെ, ലക്ഷക്കണക്കിന് മരിയ ഭക്തരെ വാർത്തെടുത്തു. ഹിറ്റ്ലറിൻ്റെ പട്ടാളം ജർമ്മനി കീഴടക്കി. അങ്ങനെ പോളണ്ടിലേക്കുമൊക്കെ വ്യാപിച്ചു. യഹൂദരെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറി. യഹൂദരെ രക്ഷപ്പെടുത്താനൊക്കെ ക്രൈസ്തവർ മുന്നോട്ട് വന്നു. അവിടെ ക്രിസ്ത്യാനികളെയും ഹിറ്റ്ലർ വെറുതെ വിട്ടില്ല. അങ്ങനെ വിശുദ്ധ മാക്സിമില്യൻ കോൾബെ പിടിക്കപ്പെട്ടു. ഔഷ്വിറ്റ്സ് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വളരെ പീഡനങ്ങളോടുകൂടെ അവരോരോരുത്തരെയും വിഷമിപ്പിച്ചുകൊണ്ടിരുന്നു. ക്രൂരമായ പീഡനം. തണുത്തുറഞ്ഞ മഞ്ഞ്, അവിടെയൊക്കെ വസ്ത്രങ്ങൾ അധികമില്ലാതെ തണുത്ത് വിറങ്ങലിച്ച് ജീവിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യരെ അവരുടെ ബാരക്കിൽ നിന്ന് ഒരാൾ കാണാതായി. അപ്പോൾ ഒരാൾ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ 10 പേരെ കൊന്നുകളയും. 10 വരികളായിട്ട് നിർത്തി ഓരോ വരിയിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്തു. കേണൽ ഫ്രിറ്റ്സ് ആണ് അത് നടത്തുന്നത്. അങ്ങനെ 10ാമനെ ഗയോണിഷിക്കിനെ നറുക്ക് വീണപ്പോൾ ആ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ്. ഭാര്യയെയും മക്കളെയും കുറിച്ച് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ ആ 10ാമത്തെ റോയിൽ നിന്ന്, ഗയോണിഷിക്കിൻ്റെ റോയിൽ നിന്ന് വിശുദ്ധ മാക്സിമില്യൻ കോൾബെ ആ തടവ് പുള്ളി മുന്നോട്ട് വന്നിട്ട് കേണലിനോട്, ഫ്രിറ്റ്സിനോട് പറഞ്ഞു, ആ മകന് പകരമായി ഞാൻ മരിക്കാം. കേണൽ ഫ്രിറ്റ്സ് അദ്ദേഹത്തെ ഒന്ന് നോക്കി അവസാനം സമ്മതിച്ചു. ഗയോണിഷിക് ആ വരിയിലേക്ക് നീങ്ങി നിന്നു. വിശുദ്ധ മാക്സിമില്യൻ കോൾബെ 10 പേരോടുകൂടി ഒരു ഇരുട്ടറയിൽ അടയ്ക്കപ്പെട്ടു. ശിക്ഷ ഇതാണ്, പട്ടിണി കിടന്ന് മരിക്കുക. ആ സമയത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ആ 10 പേരിൽ 9 പേരോട് കൂടിച്ചേർന്ന് മാതാവിൻ്റെ കൊന്ത എത്തിച്ച് ശക്തിപ്പെടുത്തുകയായിരുന്നു നിരാശപ്പെട്ടിരുന്ന ആ മക്കളെ. അവർക്ക് പ്രതീക്ഷ പകർന്നു, അവർക്ക് ധൈര്യം കിട്ടി. അവർ വിശ്വാസത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോരുത്തരായി മരണമടഞ്ഞു. അവസാനം എല്ലും തൊലിയും മാത്രം അവശേഷിച്ച വിശുദ്ധ മാക്സിമില്യൻ കോൾബെ അവസാന ഊഴവും കാത്തു കിടക്കുകയാണ്. അപ്പോഴേക്കും വേറൊരു ആൾ രക്ഷപ്പെട്ടപ്പോൾ 10 പേരെ ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അവസാനം മാക്സിമില്യൻ കോൾബെയെ കാർബോളിക് ആസിഡ് കുത്തിവെച്ച് കൊന്നുകളഞ്ഞു. 1941 ഓഗസ്റ്റ് 14 ആയിരുന്നു ആ ദിവസം. ഈശോയുടെ സന്നിധിയിലേക്ക്, അതെ, തന്നെ വിളിച്ചവൻ്റെ അടുക്കലേക്ക്
യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ അൽഫോൻസാമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം ഗോതമ്പ് മണിക്ക് നിലത്ത് വീണ് അഴിയാതിരുന്നാൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിൽ അത് വളരെ ഫലം പുറപ്പെടുവിക്കുന്നു. അതെ, 80 വർഷം കഴിഞ്ഞിട്ടും ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് പ്രേക്ഷിതരെ തടവറയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. 1400ഓളം തടവറകളിലായിട്ട് 4.5 ലക്ഷം തടവുമക്കള് തടവറയിൽ കിടക്കുന്നുണ്ട്. നന്നായി ജീവിക്കാൻ ഒരു ആഗ്രഹമുണ്ടച്ച ഒരു ചാൻസ് തരുമോ എന്ന് ചോദിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് സഭ വെച്ചു നീട്ടുന്ന മനോഹരമായ ദർശനമാണ് തടവറ പ്രേക്ഷിത പ്രവർത്തനം. അതിലൂടെ അനേകം മക്കൾ നവീകരിക്കപ്പെട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആ തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ എന്നെയും ഫാദർ ഫ്രാൻസിസ് കൊടിയനച്ചനെയും ദൈവം ഒരു ഉപകരണമാക്കി മാറ്റി. 1981 വടവാതൂർ സെയിൻറ്റ് തോമസ് മേജർ അപ്പസ്റ്റോലിക് സെമിനറിയിലെ പഠിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞൊരു കൊച്ചുവാക്ക്, ബി എ ലവ് ബോംബ്, ലെറ്റ് ഇറ്റ് ബി എക്സ്പ്ലോഡഡ്, നോട്ട് ടു കിൽ ബട്ട് ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ട്സ്. മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്നൊരു സ്നേഹത്തിൻ്റെ ബോംബായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിച്ചാലും എന്ന ചിന്ത അത് തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. 1989 കേരളത്തിലെ മെത്രാന്മാർ അതിന് ഔദ്യോഗികമായ അംഗീകാരം നൽകിയപ്പോൾ 2000 ഇന്ത്യയിലെ മെത്രാന്മാർ CBCI അതിന് അംഗീകാരം നൽകി. ഇന്ന് 7000ഓളം പ്രേക്ഷിതരെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ തടവറ മക്കളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഈ മാക്സിമില്യൻ കോൾബേയുടെ അതേ ശൈലിയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച് മരിച്ച സ്റ്റാൻ സ്വാമി നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു മാതൃകയായി നിലകൊള്ളുകയാണ്. 84 വയസ്സുള്ള ആ ഈശോ സഭാ വൈദികൻ തൻ്റെ 50 വർഷക്കാലം ജാർഖണ്ഡിലെ പാവപ്പെട്ട മനുഷ്യരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി, ആദിവാസികളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹം ജയിലിൽ കിടന്നാണ് മരിച്ചത്. ഇന്ത്യയുടെ തടവറ അപ്പസ്തോലനായിട്ട് മാറുന്ന സ്റ്റാൻ സ്വാമി ജൂലൈ 5-ാം തീയതി തലോജ ജയിലിൽ നിന്ന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതെ രോഗിയായ അവശനായി തീർന്ന് തടവറയിലെ ആ വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയുടെ സന്നിധിയിലേക്ക് പോയി. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഈശോയുടെ വാക്കുകൾ, തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിലെ ഈശോയുടെ ജീവിതം. ഒരു ദിവസമെങ്കിലും പീലാത്തോസിൻ്റെ ആ തടവറയിലെ കയ്യാപ്പാസിൻ്റെ ഇരുട്ടുമുറിയിൽ കിടന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആ വ്യക്തി ഏറ്റവും വലിയ പാതകിയെ പോലെ കുരിശിൽ പിടഞ്ഞ് മരിച്ചു. നമ്മുടെ വലിയ മാതൃകയാണ് ഈശോ. മറ്റുള്ളവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഈശോ ധീരത കാട്ടി. തടവറയിലെ മക്കള് മറ്റുള്ളവരോട് ക്ഷമിച്ച് പൊറുത്ത് ഒരു നവീകരണ ശൈലിയിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തടവറയിലെ ഉദ്യോഗസ്ഥരെ, അവർക്ക് മാനുഷികമായ ഒരു ശൈലി, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വേദനിക്കുന്നവരെ ഉൾക്കൊള്ളാനുള്ള ചൈതന്യം ലഭിക്കാൻ തടവറ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട്
നമുക്കും ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകാം. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഒത്തിരി സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. ഈ മനുഷ്യരെ പലരും ചെറിയ തുക കൊടുത്തു കഴിഞ്ഞാൽ അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കും. വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടുള്ളവരായിരിക്കുകയില്ല. അവരുടെ കുടുംബാംഗങ്ങൾ നരകിക്കുകയായിരിക്കും. ചിലരൊക്കെ ക്രൂരമായ തെറ്റുകൾ ചെയ്തുകൊണ്ട് വിഷമിക്കുന്ന അവരുടെ കുടുംബങ്ങളും, അതുപോലെ തന്നെ അവർ മൂലം കഷ്ടപ്പെടുന്നവരെ, വിക്ടിംസ് ഫാമിലി, അവരെയും സഹായിക്കാനും ഉദ്ധരിക്കുവാനുമായി ഈ പ്രവർത്തനം നടക്കുന്നു. നമ്മുടെ ഇന്ത്യയിലെ, ഭാരതത്തിലെ എല്ലാ പിതാക്കന്മാരുടെയും നേതൃത്വത്തിലുള്ള ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷനിലെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും മനോഹരമായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സാധിക്കുന്ന സഹായങ്ങളെല്ലാം ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് നൽകുകയും ചെയ്യാം. വിശുദ്ധ മാക്സിമിലിയൻ കോൾബെയുടെ ആ വലിയ മാധ്യശക്തി നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യുവാൻ അങ്ങ് ഓരോ കാലഘട്ടത്തിലും നിരവധി മക്കളെ വിളിക്കുന്നു. അങ്ങയുടെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് ഞങ്ങൾ ഓരോരുത്തരിലൂടെയും ഈ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹെബ്രായർക്കാർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. യേശു ക്രിസ്തുവിൻ്റെ വലിയ സാന്നിധ്യവും അനുഗ്രഹവുമായിട്ടാണ് ഞങ്ങളെല്ലാവരും നിലകൊള്ളുന്നത്. അതിൻ്റെ കണ്ണിയായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ ഗയോണിഷിക് എന്ന ഒരു സഹോദരന് വേണ്ടി ജീവൻ പണയപ്പെടുത്തിയല്ലോ. ഈശോയെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള വലിയ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്നെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയോടും നടത്താൽ പരിപോഷണം ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും നിന്റെ ദൈവദൗത്യം ഉജ്ജ്വലമായി തുടരുന്ന ശക്തി നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനത്ത് പങ്കാളികളാകാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്ക് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലം പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപോലിത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപോലിത്തെയും മറ്റുള്ള മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യം വളർത്തി ഏകസത്യവിശ്വാസത്തിലെ പരിരക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായി ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവെ, സ്ലേഹന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയിൽ യഥാർത്ഥ പരിശുദ്ധരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവടിക്ക് അനുസൃതമായി സുവിശേഷ വേല ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന് മിശിഹായെ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ മിശിയുടെ പരിപാലകനായി പിതാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും സഭയുടെ പരിപാലകനുമായി പുത്രനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും കുടുംബങ്ങളെയും ബ്രഹ്മചാരികളുടെയും സഹായനായി തിരുസഭയിൽ വണങ്ങപ്പെടുന്നവനുമായി ദേവതാന്റെ മധ്യസ്ഥതയാൽ തിരുസഭയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വൈദികരെയും സമർപ്പിതരെയും വിശുദ്ധിയിൽ പരിപാലിക്കുകയും ആത്മീയവും ഭൗതികവുമായ എല്ലാ ശത്രുക്കളുടെയും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അമ്മേ നാം ഓരോരുത്തരെയും
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധി തന്നെയായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായെ അനുകരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച അങ്ങയുടെ പ്രിയദാസരെ പ്രതി, പ്രത്യേകമായി വിശുദ്ധ മാക്സിമിലിയൻ ഗോൾബയെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും മിശിഹായ്ക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് വിശുദ്ധിയുടെ പരിമളം പരത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അൾത്താരയിൽ ഏകിടാമെൻ ജീവിതം ഈശോതൻ തൃക്കൈകളിലാ. എൻ ഹൃദയവും ജീവിതവും കനിവോടെ നീ സ്വീകരിച്ചിടൂ. താതനും അതുപോലാത്മജനും ദിവ്യറുകാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. ആദിയിലേക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായെയും മിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊപ്പെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ കൂടെയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ.
സന്നിധിയും ഹൃദയഗതങ്ങൾ ചൊരിയുവിനേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുള്ള ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെയും പാത്രികന്മാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൻ്റെ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഉദ്ദേശം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നേടാൻ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിക്കുവിൻ. ഭയജ്ഞകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്ന വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി ജയമ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ,
ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മുടെ കൂടെയും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അവരുടെ സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ഓശാന 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 ഓശാന. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വലോകനാഥൻ പരിശുദ്ധൻ. രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ. മാലാഖവൃന്ദങ്ങൾ പാടിടുന്നു സ്വലോകനാഥൻ പരിശുദ്ധൻ. രാജാക്കന്മാരുടെ രാജാവാം സർവാധിനാഥൻ പരിശുദ്ധൻ. ഉന്നതങ്ങളിൽ വാണിടുന്നവൻ സർവശക്തനാം സൃഷ്ടാവിനെ. മണ്ണിലേവരും കീർത്തനങ്ങളാം ഏറ്റുപാടുന്നു ഹോശാന. ഉന്നതങ്ങളിൽ വാണിടുന്നവൻ സർവശക്തനാം സൃഷ്ടാവിനെ. മണ്ണിലേവരും കീർത്തനങ്ങളാം ഏറ്റുപാടുന്നു ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ ഞങ്ങളുടെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെയും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ആൻഡ്രൂസ് മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും ടോണി മെത്രാനു വേണ്ടിയും ജേക്കബ് മെത്രാപൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകമായി കോവിഡ് രോഗത്താൽ പ്രയാസപ്പെടുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും രാജ്യങ്ങൾക്കും വേണ്ടിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും പ്രത്യേകമായി തടവറ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടിയും ഈ തടവറ പ്രേക്ഷിത പ്രവർത്തനത്തെ ജീസസ് ഫ്രറ്റേണിറ്റിയെയും പ്രിസൺ മിനിസ്ട്രി ഇന്ത്യയെയും നയിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടിയും ഡയറക്ടർമാർക്ക് വേണ്ടിയും അതുപോലെ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെ അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും
അങ്ങയുടെ പ്രിയപുത്രനായി ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവിതമായും അടയാളത്താൽ മുദ്ര തരും. പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നിർമ്മലത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനരും ക്ലേശരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തെ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥരക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ദാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിനാവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മനിയും വിസ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ മൂല്യരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും തുതിർക്കവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അൾത്താരയിൽ എനിക്കായിതാ മുറിയുന്നു യേശുവിൻ ദിവ്യമാം ദേഹം. അൾത്താരയിൽ എനിക്കായിതാ മുറിയുന്നു യേശുവിൻ ദിവ്യമാം ദേഹം. സ്വർഗവും ഭൂമിയും കൈകൂപ്പി നിൽക്കുന്നു ആരാധന തൻ ഈ നിമിഷം. സ്വർഗവും ഭൂമിയും കൈകൂപ്പി നിൽക്കുന്നു ആരാധന തൻ ഈ നിമിഷം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെയും അമൂല്യമായ ശരീരത്തിലുള്ള രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരോടെ സമീപിക്കാം. അനുതാപത്തോടെ നാശനത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും അനുഗ്രഹവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതനും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതല വിദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും
പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, വഞ്ഞ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാവിന്റെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. കർത്താവേ, നിന്റെ ശരീരരക്തങ്ങളാൽ നീ ഞങ്ങളെ പരിപോഷിപ്പിച്ചു. നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ എത്രയോ പര്യാപ്തങ്ങളാണ്. വിശുദ്ധർക്ക് വിസ്മരണീയമായ ശക്തിയും ധൈര്യവും നൽകിയ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവപുത്രന്റെ സാക്ഷികളെ, ആത്മീയ നന്മകളുടെ മധ്യസ്ഥരെ, മിശിഹ ഞങ്ങളോട് കാരുണ്യം കാണിക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എൻ്റെ സഹോദരരെയും വരുവിൻ, വിശുദ്ധരുടെ ഓർമ്മദിനത്തെ സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് മൂലമായ ശരീരവും സജീവവും ജീവിതവും രക്തവുമായി സ്വീകരിക്കാം. അവർ അവരുടെ ഓർമ്മ തൻ്റെ ആൾത്താരെ ഉല്ലേഖനം ചെയ്യുന്നു. വിശുദ്ധരുടെ സഭയിൽ അവരുടെ ദൃശേഷിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ നാമം അനുഗ്രഹീതമാകുവാൻ കർത്താവ് അവർ ശക്തി നൽകിയിരിക്കുന്നു. വിശുദ്ധ സഭയിൽ നമുക്ക് ഹല്ലേലൂയ ഗീതം ആലപിക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്യർഹവും പരിശുദ്ധവും ജീവിതാന്തേകമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിൻ്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരരക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾക്ക് അച്ചാരമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും പ്രത്യേകമായി വിശുദ്ധ മാക്സിമിലിയൻ കോൾബേയോടും കൂടി സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും.
ജീവൻ നൽകും ദൈവികമാ പരിപാവനമി ബലി വഴിയാ നാദനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേ നഗരത്തിൽ മാലാഖമാരൊത്തു വലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നെ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ കാരണമാകട്ടെ. ഇനി ഒരു ബലി ബലി അർപ്പിക്കുവാൻ ഞാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. എന്നറിഞ്ഞുകൂടാ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മാക്സിമിലിയൻ കോൾബയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതി.